So once again welcome ചെയ്യാണ് IPLSന്റെ ക്വസ്റ്റ്യൻ സീരീസ് ഡിസ്കഷനിലേക്ക്. സൊസൈറ്റി ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ചെറിയ ചെറിയ 10 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ചെറിയ ചെറിയ ബാച്ചുകളായിട്ട് നമ്മൾ പ്രീവിയസ് 2-3 ക്ലാസ്സസ് കണ്ടുകാണുമെന്ന് വിചാരിക്കുന്നു. സോ അതിൽ ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതിൻ്റെ കുറച്ച് ഫാക്ട്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. So much more introduction ആവശ്യമില്ലാന്ന് തോന്നുന്നു. Directly we'll move to the questions. Okay. ആദ്യത്തെ ചോദ്യം വരുന്നത് നിബന്ധ ലേഖനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്കറിയാം കഹാനി, ആലോചന, ഉപന്യാസ്, നാട്ടകമൊക്കെ പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിധിയാണ് നിബന്ധ അല്ലേ. അപ്പം നിബന്ധ ലേഖനവുമായി ബന്ധപ്പെട്ട ഈ ഒരു ചോദ്യം എന്താണെന്ന് നോക്കാം. കിരാത് നദി മേ ചന്ദ്രമധു നിബന്ധ കെ ലേഖക് കോൻ ഹെ. ഒരു നിബന്ധന്റെ പേരാണ് തന്നിട്ടുള്ളത്. അതിന്റെ ലേഖക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ വിദ്യാനിവാസ് മിശ്ര, ഓപ്ഷൻ ബി വിഷ്ണുകാന്ത് ശാസ്ത്രി, ഓപ്ഷൻ സി അഘേ ആൻഡ് ഓപ്ഷൻ ഡി വരുന്നത് കുബേർനാഥ് റായ്. കുബേർനാഥ് റായ്, അഘേ എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിബന്ധ ലേഖകർ ആണ്. അപ്പം അതിലെ ആരുടെയാണ് കിരാത് നദി മീം ചന്ദ്രമധു എന്ന് പറയുന്ന നിബന്ധ. കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. സോ ആൻസറിലേക്ക് പോവാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, കുബേർനാഥ് റായ്. ഓക്കെ, കുബേർനാഥ് റായുടെ ആണ് കിരാത് നദീമ്യം ചന്ദ്രബിന്ദു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ നമ്മളൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. ഇസ്കാ പ്രകാശൻ വർഷം, ഈ നിബന്ധത്തിന്റെ പ്രകാശൻ വർഷം 1983. കുബേർനാഥ് റായ് ലളിത് നിബന്ധകാർ ഹെ. അപ്പം ഇങ്ങനെ ചോദിക്കാറുണ്ട്, നിമ്നലിഖിതമേ കോൺ ലളിത് നിബന്ധകാർ ഹെ. താഴെ കൊടുത്തിട്ടുള്ള ലളിത് നിബന്ധക്കാർ ആരാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം കുബേർനാഥ് റായ് ഒരു ലളിത് നിബന്ധക്കാരാണ്. ഇൻക പ്രഥം നിബന്ധ സംഗ്രഹ പ്രിയ നീലകണ്ഠി 1961 ഹെ. ആ വർഷത്തിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിബന്ധ സംഗ്രഹമായിട്ടുള്ള പ്രിയ നീലകണ്ഠി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പല എക്സാമുകളിലും ചോദിച്ചിട്ടുള്ളതാണ്. പ്രിയ നീലകണ്ഠി ആരുടെയാണെന്ന്? കുബേർനാഥ് റായുടെ ആണ് കേട്ടോ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, വർഷവും കൂടെ ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, നമ്മുടെ ഭക്തി കാലഘട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം. ഭക്തി പീരീഡ്, ഭക്തി കാലില് ഭക്തി ആന്തോളൻ ഓർ സൂർ കാ കാവ്യ നാമക ആലോചന പുസ്തക ലേഖക് കോൻ ഹെ. സോറി, ഭക്തി അല്ല അല്ലെ, നമ്മുടെ ആലോചന നിബന്ധ പോലെ അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറച്ചു മുൻപ്, നിബന്ധ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാഹിത്യക് വിധയാണ് ആലോചന, ക്രിറ്റിസിസം അല്ലെ. നമ്മുടെ ശുക്ലജിയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അപ്പം ഭക്തി ആന്തോളൻ ഓർ സൂർക്ക കാവ്യ എന്ന് പറയുന്ന ആലോചന, ക്രിറ്റിസിസം ആരുടെയാണ്? ആൻസേഴ്സ് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വ്രജരഥൻ ദാസ്, ഓപ്ഷൻ ബി ശ്യാം സുന്ദർ ദാസ്, ഓപ്ഷൻ സി നവ്വർ സിംഗ്, ഓപ്ഷൻ ഡി വരുന്നത് മനേജർ പണ്ഡിറ്റ്. ആരുടെയാണ് ഭക്തി ആന്തോളൻ ഓർ സൂർക്ക കാവ്യ? നോക്കാം ഉത്തരം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി നവ്വർ സിംഗ്. ഓക്കെ, നവ്വർ സിംഗിന്റെയാണ് ഭക്തി ആന്തോളൻ ഓർ സൂർക്ക കാവ്യം എന്ന് പറയുന്നത്. ഭക്തി പീരീഡിനെ ക്രിട്ടിസൈസ് ചെയ്ത് ഭക്തികാലും സൂർദാസിന്റെ കാവ്യങ്ങളുമായിട്ടുള്ള ഒരു ക്രിറ്റിസിസം തന്നെയാണ് ഇതിൽ കേട്ടോ. ഓക്കെ, നമ്മൾ പറയുകയാണെങ്കിൽ നവ്വർ സിംഗിനെ പറ്റിയിട്ടാണ്. എനിക്ക് ആ ജന്മവർഷോത്തായ 1941, 1941 അദ്ദേഹത്തിന്റെ ജനന വർഷം വരുന്നത്. മറ്റു പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങൾ ഓക്കെ നമ്മുടെ ആലോചനയിൽ തന്നെ വരുന്നതാണ്. നവ്വർ സിംഗിന്റെ ആലോചന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്തി ആന്തോളൻ ഓർ സൂർക്ക കാവ്യ വർഷം 1993. നമ്മുടെ ചോദ്യം ഇതായിരുന്നു. സാഹിത്യ ഓർ ഇതിഹാസ് ദൃഷ്ടി 1981. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിഹാസ് ഗ്രന്ഥം പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ്. സാഹിത്യ സമാജ് ശാസ്ത്ര की भूमिका, സമാജ് ശാസ്ത്രത്തിന്റെ ഭൂമിക 1989. ഉപന്യാസ് ഓർ ലോകതന്ത്ര 2013. ഓക്കെ, എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്, ഓർത്ത് വയ്ക്കുക. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. കവിത കി മുക്തി പുസ്തകത്തെ ലേഖക് ഹെ. കവിത കി മുക്തി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ലേഖക് ആരാണ്? ഓപ്ഷൻ എ നന്ദകിഷോർ നവൽ, ഓപ്ഷൻ ബി ധനഞ്ജയ് വർമ്മ, ഓപ്ഷൻ ഡി സി വിശ്വനാഥ് ത്രിപാഠി, ഓപ്ഷൻ ഡി വരുന്നത് ശിവകുമാർ മിശ്ര. ഈ 4 പേരിൽ ആരാണ് കവിത കി മുക്തി എന്ന് പറയുന്ന രചന എഴുതിയിട്ടുള്ളത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, നന്ദകിഷോർ നവൽ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രചനയാണ് കേട്ടോ കവിത കി മുക്തി എന്ന് പറയുന്നത്. നന്ദകിഷോർ നവലിൻ്റെയാണ്.
ഓക്കെ, നന്ദകിഷോർ നോവലിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജന്മവർഷം 1937 ആണ്. നമ്മൾ എല്ലാത്തിലും ലേഖകന്മാരുടെ ജന്മവർഷം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെ ഇവരെ എഴുതാനായിട്ട് പറയാറുണ്ട്. ജന്മകാലിക്ക് അനുസാരം അല്ലെങ്കിൽ ഇവരുടെ രചനകൾ തന്നിട്ട് അതിന്റെ വർഷത്തിനനുസരിച്ചിട്ടൊക്കെ. സോ അതുകൊണ്ടാണ് എല്ലാത്തിലും ജന്മവർഷം സ്പെസിഫൈ ചെയ്തു പോകുന്നത്. ഉൻകെ പുസ്തകി ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. കവിതാ കി മുക്തി ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു 1918. प्रेमचंद का सौंदर्य शास्त्र 1982. निराला कृति से साक्षात्कार 2000 निराला कवि की छवियां 2002. कविता पहचान का संघ 2006. നിരാലയായി ബന്ധപ്പെട്ടുള്ള 2 ക്രിറ്റിസിസങ്ങൾ എഴുതിയിട്ടുണ്ട് കേട്ടോ നന്ദകിഷോർ നോവൽ. അപ്പം ഇത്രയും രചനകളും പുസ്തകങ്ങളും അതിന്റെ വർഷവും നന്ദകിഷോർ നോവലുമായിട്ട് നമ്മൾ ഓർത്തു വയ്ക്കുക. പിന്നീട് പറഞ്ഞ പോലെ ജന്മവർഷം കൂടെ ഒന്ന് ഓർത്തു വയ്ക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ കവിശാസ്ത്രം, ഭാരതീയ കവിശാസ്ത്രവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. कुंदक ने वक्रोती सिद्धांत के अंतर्गत वक्रोती के कितने भेद माने हैं? നമുക്കറിയാം ഭാരതീയ കവിശാസ്ത്രം എടുക്കുന്ന സമയത്ത് അലങ്കാര രീതി, നാട്യ അല്ലെ, രസസിദ്ധാന്തം, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ധ്വനി സിദ്ധാന്തം, അതൊക്കെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിദ്ധാന്തമാണ് വക്രോക്തി സിദ്ധാന്തം. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വക്രോക്തി സിദ്ധാന്തം ആരുടെയാണ്, അതിന്റെ പ്രവർത്തകരാണ്, പിന്നീട് അതുപോലെ അതിൽ പറഞ്ഞിട്ടുള്ള കഥനുകള്, ബുക്കുകള്, അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. വക്രോക്തി ജീവിതം കുന്തക്കിന്റെ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വക്രോക്തി സിദ്ധാന്തത്തില് കുന്തക്ക് എത്ര ടൈപ്സ് ഓഫ് വക്രോക്തി ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ വരുന്നത് 8, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 5 ആൻഡ് ഓപ്ഷൻ ഡി 10. അല്ലെ 8, 6, 5, 10. ഇതിൽ എത്രയാണ് വക്രോക്തികളുടെ നമ്പർ പറഞ്ഞത്? അല്ലെ, ഇതൊക്കെ നമ്മൾ കണ്ണടച്ച് ആൻസർ ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓപ്ഷൻ ബി 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് വക്രോക്തി എന്ന് ഓർത്തെടുത്തോ? കിട്ടുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 6 വക്രത എന്ന്. വർണ്ണവിന്യാസ് വക്രത, പദപൂർവാർത്ഥ വക്രത, പദപരാർത്ഥ വക്രത, വാക്യവക്രത, പ്രകരൺ വക്രത, പ്രബന്ധ വക്രത. സോറി, ഇപ്പൊ എന്താണ് വക്രോക്തി, വക്രോക്തി സിദ്ധാന്തം എന്താണ്, അതിൽ ഓരോന്നും എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് നോക്കുക. 6 ടൈപ്സ് ഒന്ന് പേരുകളെങ്കിലും ഓർത്ത് വെക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതൊരു കഥനാണ് കേട്ടോ. അപ്പം അതാരുടെയാണെന്നാണ് ചോദ്യം. യഹ വാസ്തവ് में प्रसन्नता का विषय है. कालिदास की हम दोनों में एक दूसरे को इतनी अच्छी तरह समझते हैं. निसंदेह मेरे स्वभाव में कुछ ऐसा नहीं है जो तुमसे छिपा हो. ഇത് ഒരു നാടകത്തിലെ അല്ലെ ആഷാഢ് കാ ഏക് ദിൻ പറയുന്ന മോഹൻ രഗീഷിന്റെ ഒരു നാടകത്തിലെ കഥനാണ്. ആഷാഢ് കാ ഏക് ദിൻ നാടക में यह कथन किसका है? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ജയശങ്കർ പ്രസാദിന്റെ ചന്ദ്രഗുപ്തിലെ ധ്രുവസ്വാമിനിയിലൊക്കെ പറയുന്ന ഇമ്പോർട്ടൻ്റ് ക്യാരക്ടേഴ്സ് പറയുന്ന കഥനുകളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇപ്പൊ ആഷാഢ് കാ ഏക് ദിനില് പറഞ്ഞ ഈ ഒരു കഥൻ ചിലപ്പം ഇത് ഏത് നാടകത്തിലാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇത് ആരുടെയാണെന്ന് ചോദിക്കാം. ഇതാരുടെയാണ്? ഓപ്ഷൻ എ കാളിദാസ്, ഓപ്ഷൻ ബി മല്ലിക, ഓപ്ഷൻ സി അംബിക ആൻഡ് ഓപ്ഷൻ ഡി വിലോം. ഇതൊക്കെ അവരുടെ ക്യാരക്ടേഴ്സ് ആണെന്ന് കൂടെ ഓർക്കാം കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ, വിലോമാണ് ഇതിന്റെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ നമ്മുടെ ആഷാഢ് കാ ഏക് ദിനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്. പ്രകാശൻ വർഷം होता है 1958 ई 1958 ആഷാഢ് കാ ഏക് ദിൻ മോഹൻ രഗീഷിന്റെ ആണ്. इसके आगे का कथन विलोम, ഇത് കഴിഞ്ഞിട്ടുള്ള കഥനാണ്. विलोम क्या है? यह असफल कालिदास और कालिदास का एक विलोम, एक सफल विलोम. हम कहीं दूर एक दूसरे से बहुत निकट पड़ते हैं. इनी नागेंद्रന്റെ ഒരു കഥനാണ്. डॉक्टर नागेंद्र विलोम के व्यक्तित्व की प्रशंसा करते हुए लिखते हैं. विलोम का व्यक्तित्व इतना जबरदस्त है कि कालिदास को विदूषक की स्थिति में ला देता है और इसके बाद वह और भी अनपहचाना लगने लगता है. അപ്പൊ ഇങ്ങനെ ഈ ഒരു കഥൻ തന്നിട്ട്
ഇത് വിലോമിനെ പറ്റി ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കാം കേട്ടോ. ഇത് ആരെ പറ്റിയാണ് നഗേന്ദ്ര പറഞ്ഞതെന്ന് ചോദിക്കാൻ ചാൻസ് ഇല്ല, ബിക്കോസ് ഓൾറെഡി ഹിന്റ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം. അപ്പൊ എന്തായാലും ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാടകങ്ങൾ, ഉപന്യാസിന്റെ കഹാനിയുടെ ഒക്കെ കഥനും ആൾക്കാരുടെ പേരും ഒക്കെ ഓർത്തു വെക്കാം കേട്ടോ. നോക്കാം മറ്റൊരു ചോദ്യം. 6ാമത്തെ ചോദ്യം. ഇതൊരു പങ്ക്തിയാണ്, നമ്മുടെ ഭക്തി പീരീഡിലുള്ള ഒരു പങ്ക്തിയാണ് കേട്ടോ. അജ്ഗർ കരേണ ചാക്കിരി പഞ്ചി കരേണ കാം, യഹ പങ്ക്തി കിസ്കി ഹെ? ഓപ്ഷൻ എ കബീർ ദാസ്, ഓപ്ഷൻ ബി മലുക് ദാസ്, ഓപ്ഷൻ സി സുന്ദർ ദാസ്, ആൻഡ് ഓപ്ഷൻ ഡി വരുന്നത് സിംഗ്. ഓക്കെ, അജ്ഗർ കരേണ ചാക്കിരി പഞ്ചി കരേണ കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക്തിയാണ്. ആൻസർ വരുന്നത് മലുക് ദാസിനാണ് കേട്ടോ. മലുക് ദാസിലാണ്, മലുക് ദാസിന്റെ ആണ് ഈ ഒരു വരികൾ വരുന്നത്. മലുക് ദാസ് के बारे में कुछ जानकारियां देते हैं. इनका जन्म सन 1574 ई में इलाहाबाद के खटा में हुआ. इनकी 2 प्रसिद्ध रचनाएं हैं, रत्नखाना और ज्ञानबोध. രണ്ട് इम्पोर्टेंट ആണ്. ये औरंगजेब के समय में विद्यमान थे. അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. इनमें से कौन औरंगजेब के समय में विद्यमान कवि है? कौन है कौन नहीं है എന്നൊക്കെ ചോദിക്കും. ये इतने प्रसिद्ध हुए कि इनकी गद्दियां खड़ा, जयपुर, गुजरात, मुल्तान, पटना, नेपाल और काबुल तक में कायम हुई. he was that famous. ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം സ്പ്രെഡ് ആയിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അദ്ദേഹത്തിന്റെ രചനകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. 7ാമത്തെ ചോദ്യം. ചോദ്യത്തിൽ തന്നെ ഉത്തരം വന്നു അല്ലെ. ഓക്കെ, സമാന്തർ കഹാനി കാ ആരംഭ് കിസ് പത്രിക സെ മാനി ജാതി ഹെ? സമാന്തർ കഹാനിയുടെ പ്രവർത്തക ആരാന്നൊക്കെയുള്ള ചോദ്യം നമ്മളൊരു പ്രീവിയസ് സെക്ഷനിൽ കണ്ടിരുന്നു. സോ ഇവിടെ ചോദ്യം അതല്ല, സമാന്തർ കഹാനിയുടെ ആരംഭം ഏത് പത്രികയിൽ നിന്നാണെന്നാണ് ചോദ്യം. അപ്പൊ കഹാനി ആന്തോളനിലെ സമാന്തർ കഹാനി, സക്രിയ കഹാനി, അതുപോലെ തന്നെയുള്ള കഹാനി ആന്തോളനുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ സമാന്തർ കഹാനിയുടെ ആരംഭം ഏത് പത്രികയിൽ നിന്നാണ്? ആൻസർ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. സരിക പത്രിക, ആധാർ പത്രിക, മഞ്ച് പത്രിക, ഹംസ് പത്രിക. ഇത്തരം അറിയുന്നുണ്ടല്ലോ സരിക പത്രിക. അപ്പൊ സരിക പത്രിക, സമാന്തർ കഹാനി, കമലേശ്വർ എന്ന ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കണേ. प्रवर्तक कमलेश्वर आना सन 1972 ई में माना. कमलेश्वर को कितने पाकिस्तान उपन्यास में साहित्य अकादमी पुरस्कार കിട്ടിയിട്ടുണ്ട്? 2003. കിതനെ പാകിസ്ഥാൻ 2000 എഴുതിയിട്ടുള്ള ഉപന്യാസമാണ്, അതിന് സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടി. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ പല രീതിയിൽ ചോദിക്കാം. എങ്ങനെയാണ് കമലേശ്വറിന് ഏത് രചനയ്ക്കാണ് കിട്ടിയത്, ഈ രചന ഏത് വിധേയിലാണ്, ഏത് വർഷമാണ് സാഹിത്യ അക്കാദമി കിട്ടിയത് എന്നുള്ള രീതിയിലൊക്കെ ഇതെന്നൊരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഓർത്തു വെക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ 8ാമത്തെ ചോദ്യത്തിലേക്ക് മൂവ് ഓൺ ചെയ്യണം. प्रेमचंद की किस कहानी में न्यायप्रियता के आदर्श को स्थापित किया गया है? കഹാനി സാഹിത്യം നമ്മൾ പ്രേംചന്ദിന്റെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാൻ പാടാത്തൊരു ലെഗാണ് നമ്മുടെ പ്രേംചന്ദ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏത് കഹാനിയിലാണ് ന്യായപ്രിയത കെ ആദർശ് എന്നുള്ള ഒരു ടോപ്പിക് വരുന്നത്? പുസ്കി രാത്, കഫൻ, പഞ്ചപരമേശ്വർ, ഈദ്ഗാഹ്. ഓക്കെ, ഇതിലേതാണ്? ഇതൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ കഹാനിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ കഹാനി, അന്തിം കഹാനി ഒക്കെ ഓർക്കണേ. കഫനാണ് അന്തിം കഹാനി അല്ലെ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, പഞ്ചപരമേശ്വറിലാണ് ന്യായപ്രിയത കെ ആദർശ് കോ സ്ഥാപിത് കിയാ ഗയാ ഹൈ. 9ാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോവാം. आत्माराम की ठेंग ठेंग और कल्लू अलहाइद का प्रसंग किसके बीच साहित्यिक विवाद में जाना जाता है? ഓക്കെ, ആരുടെ സാഹിത്യिक വിവാദിലാണ് ഇതിനെ പറ്റി പറയുന്നത്? महावीर प्रसाद द्विवेदी और बालकृष्ण भट्ट, रामविलास शर्मा और नामवर सिंह, सी വരുന്നത് ബാലഗോവിന്ദ ഗുപ്ത और महावीर प्रसाद द्विवेदी, डी വരുന്നത് ഭാരതേന്ദു और प्रताप नारायण मिश्र. നോക്കാം, ഉത്തരത്തിലേക്ക് പോവാം. ഒരു പുതിയൊരു ചോദ്യമാണ് അല്ലെ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബാലമുകുന്ദ ഗുപ്ത और महावीर प्रसाद द्विवेदी എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ.
രണ്ട് ഫാക്ട്സ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. महावीर प्रसाद द्विवेदी के निबंध भाषा और व्याकरण में प्रयुक्त അനസ്ഥിരത ശബ്ദ കോ ലേക്കർ ഉഠാ വിവാദ്. കെ മഹാവീർ പ്രസാദ് ദ്വിവേദിയുടെ ഭാഷ ഓർ വ്യാകരൺ എന്ന് പറയുന്ന നിബന്ധില് അതില് അനിസ്ഥിരത എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് വിവാദ് വരുന്നത്. ബാൽ മുകുന്ദ് ഗുപ്ത കെ പ്രതി ഉത്തർ മേം ദ്വിവേദി ജീനെ സർഗൗ നരക് ഠിക്കാന നഹി ശീർഷക് സെ ലേഖ് ലിഖാ ഹൈ. ഈ പേരിലാണ് ലേഖ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇതാണ് സർഗൗ നരക് ഠിക്കാന നഹി. അതുകൂടെ ഇതുമായി ചേർത്ത് വെച്ച് നമ്മൾ ഓർക്കുക കേട്ടോ. ഓക്കെ, സോ ഈ ഒരു സെക്ഷന്റെ അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരാണ്. കൽപ്പാന്തർ, ധങ്ക और राम नामक गीति नाट्य के रचयिता कौन है? ഒന്നല്ല 3 രചനകൾ നമുക്കിപ്പം പഠിക്കാനായിട്ട് പറ്റാണ്, ഓർത്തെടുക്കാനും പറ്റാണ്. കൽപ്പാന്തർ, ധങ്ക और राम എന്നുള്ള ഗീതി നാട്യങ്ങളുടെ രചയിതാവ്. ഓപ്ഷൻ എ നരേഷ് മെഹ്ത, ഓപ്ഷൻ ബി ഗിരിജ കുമാർ മാഥുർ, ഓപ്ഷൻ സി നരേന്ദ്ര കോഹ്ലി, ഓപ്ഷൻ ഡി വരുന്നത് സുരേന്ദ്ര വർമ്മ. ആരാണ് ഈ ഗീതി നാട്യം? അപ്പൊ ഈ ഒരു രചന വന്നിട്ട് ആളിനെയും തന്നിട്ട് ഇത് ഏത് വിധയിൽ വരുന്നു, നാടകത്തിന്റെ ഏത് വിധയിൽ വരും എന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗിരിജ കുമാർ മാഥൂർ. ഗിരിജ കുമാർ മാഥൂർ. സോ ഈ ഒരു സെക്ഷനിൽ നമ്മളൊരു 10 ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻസും ഒക്കെ ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഐ തിങ്ക് ദിസ് വാസ് ക്ലിയർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ റീകോൾ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം ഈ ഒരു സെക്ഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പഠിച്ച് കഴിയാത്തവരാണെങ്കിൽ 10 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി എന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടായിക്കാണെന്ന് വിചാരിക്കുന്നു. സോ ഹോപ്പ് യു understood and thank you all of you.